ാണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് എന്നാണ് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. ഇന്നോ നാളെയോ വാർത്താ സമ്മേളനം ഉണ്ടായേക്കും. അത്തരത്തിൽ ആലോചനകൾ നടക്കുന്നു എന്നുള്ളതായിരുന്നു ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇപ്പോൾ വി വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, മുഖ്യമന്ത്രിയുടെ മറുപടി എന്ത് എന്നതുപോലെ തന്നെയാണ്. എന്തുകൊണ്ട് ADGP സംരക്ഷിക്കപ്പെടുന്നു? ക്രമസമാധാന ചുമതല ഇപ്പോഴും ADGPയുടെ കൈകളിലാകുന്നത് എപ്രകാരമാണ്? മാത്രവുമല്ല, ഒരു ഭരണപക്ഷ MLA ആണ് ഈ വിവാദങ്ങളുടെ തിരി ആദ്യം കൊളുത്തിയത്. അതിനുശേഷമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തത്. ഇന്നലെയും PV അൻവർ പറഞ്ഞത് ADGP ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല, താൻ അക്കാര്യം നേരിട്ടറിയിക്കും, വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകും എന്ന് പറയുന്നു. മറ്റു പലരും ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് PV അൻവർ വിശുദ്ധനായത് എന്നത്. PV അൻവർ എന്ന വ്യക്തി വിശുദ്ധനോ ആകട്ടെ അല്ലാതിരിക്കട്ടെ, പക്ഷെ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങൾ വസ്തുതാപരമാണോ? അതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. ആ ആക്ഷേപങ്ങളിൽ ചിലത് ശരിയായിരുന്നു എന്നത് ഇപ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട്. കാരണം സുജിത് ദാസിനെ പോലെയുള്ളവരെ ഇപ്പോൾ തന്നെ മാറ്റി നിർത്തേണ്ട അവസ്ഥയുണ്ടാകുന്നു. പ്രതിപക്ഷമടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ, അതായത് RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തി എന്ന ആക്ഷേപമുയരുന്നു. പിന്നീട് അത് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു നേതാവുമായല്ല, ഒന്നിലധികം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഹസബുള്ളിയുമായി മാത്രമല്ല, പിന്നീട് രാമാധവുമായി കൂടിക്കാഴ്ച നടത്തി എന്നതിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നു. പല വിഷയങ്ങളും, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പല നിർണായക വിവരങ്ങളും ഉള്ളിലൊളിപ്പിച്ചിട്ടുണ്ട് ADGP. അത് സർക്കാരുമായുള്ള ചില ഇടപാടുകളുടെ അടിസ്ഥാനത്തിലാണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടൊക്കെയാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. അതിനുമപ്പുറത്ത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത് ഈ കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നവർ ആര് എന്ന് പറഞ്ഞാൽ കേരളം ഞെട്ടും എന്നാണ്. ഒരുപക്ഷെ ആ പേരുകൾ വരും ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞേക്കാം. അപ്പോഴും ADGP ക്രമസമാധാന ചുമതലയിൽ തുടരുകയാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റത്തിന് സാധ്യതയുണ്ടോ? ഈ സമ്മർദ്ദങ്ങളൊന്നും മുഖ്യമന്ത്രിക്കും സർക്കാരിനും ബാധകമല്ല എന്നുള്ളതാണോ? അഭിലാഷ്, 5 ദിവസമായി മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. സർക്കാരിനുള്ളിൽ നിന്ന് തന്നെ, മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ADGP MR അജിത്കുമാറിനെതിരെയുള്ള നിലപാടുകൾ വ്യക്തമാവുകയാണ്. CPIക്ക് അതൃപ്തി ഉണ്ടല്ലോ എന്ന ചോദ്യത്തിന് MV ഗോവിന്ദൻ നൽകിയ മറുപടി CPM-ന് തൃപ്തിയെന്നാണോ നിങ്ങൾ കരുതുന്നതെന്നാണ്. അതായത് CPM-നുള്ളിൽ തന്നെ ഇങ്ങനെ ADGPയെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിൽ വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ താല്പര്യം കൊണ്ട് ADGP സംരക്ഷിക്കുന്നു എന്നത് തന്നെയാണ് ആകെ തുകയായ ഒരു പ്രതീതി. അതിനപ്പുറത്തേക്ക് മുന്നണിയോ അല്ലെങ്കിൽ പാർട്ടി ഒന്നാകെയോ സർക്കാർ ഒന്നാകെയോ ഇങ്ങനെ ADGPയെ സംരക്ഷിച്ചു നിർത്തുന്നതിന് ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്നു എന്ന് കരുതുക വയ്യ. ഇതുവരെയുള്ള പ്രതികരണങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, RSS ബന്ധം, 2 കൂടിക്കാഴ്ചകളാണ്. ആ 2 കൂടിക്കാഴ്ചകളും വ്യക്തിപരമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ പുറത്ത് കൂടിക്കാഴ്ച നടത്തിയതാണ് എന്ന് പറഞ്ഞ് കളയാവുന്ന ഒരു കാര്യമല്ല. 2 ആരോപണങ്ങൾ ADGPക്കെതിരെ നേരത്തെ PV അൻവർ നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം, അല്ലെങ്കിൽ സ്വർണം തട്ടിയെടുക്കുന്നു, കൊലപാതകത്തിൽ പോലും പങ്ക്, ലഹരി സംഘങ്ങളുമായുള്ള ബന്ധം, ഈ തരത്തിൽ വഴിവിട്ട പ്രവർത്തന രീതികൾ, ഇതെല്ലാം തന്നെ ഒരു ഭരണപക്ഷ MLA തന്നെ അതിശക്തമായി മുഖ്യമന്ത്രിക്ക് മുന്നിലും പാർട്ടിക്ക് മുന്നിലും അവതരിപ്പിക്കുന്നു. പൊതുസമൂഹത്തിന് മുന്നിൽ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം തുറന്നു പറയുന്നു. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും തന്റെ ജീവന് പോലും അപായമുണ്ട്, ADGPയെ ആ നിലയിൽ പോലും സംശയിക്കുന്ന തരത്തിലാണ് PV അൻവർ സംസാരിച്ചത്. പക്ഷെ അതിനപ്പുറത്തേക്ക് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തന്നെയാണ്. അത് ഏത് തരത്തിൽ അതിനെ ന്യായീകരിക്കും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി ഒരു വശത്ത് ഉണ്ടോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. കാരണം നടപടിയില്ലാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ വ്യക്തമായ വിശദീകരണമില്ലാതെ പോകുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പോലും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഈ ലോ ആൻഡ് ഓർഡർ ADGPയുടെ കൂടിക്കാഴ്ചയിൽ ഒരു വ്യക്തത വരുന്നില്ല. മാത്രമല്ല, CPI ഉന്നയിക്കുന്ന കാര്യം തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതാണ്. അത്യന്തം രാഷ്ട്രീയ നിറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാദം തന്നെയാണ് അവർ ഉയർത്തിവിടുന്നത്. സുരേഷ് ഗോപിയുടെ തൃശൂരത്തെ വിജയം അത് എന്തുകൊണ്ട് സംഭവിച്ചു? അങ്ങനെ കളമൊരുക്കിയത്, ആ കളമൊരുക്കലിന് പിന്നിൽ തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന് എത്രമാത്രം പങ്കുണ്ട്? അവിടെ അങ്കിത് അശോകൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ കാലങ്ങളായി തുടർന്നു വന്ന ക്രമീകരണം അത് ഏർപ്പെടുത്തണമെന്ന കാര്യം പറയുമ്പോൾ അത് മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ തള്ളിക്കൊണ്ട് പുതിയ രീതികൾ ADGP നിർദ്ദേശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അതൊരു പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ എല്ലാം
കുളമാവുകയും ചെയ്യുന്ന സാഹചര്യം. അങ്ങനെ തൃശൂർ പൂരം തന്നെ അലങ്കോലപ്പെട്ടു പോയി. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നത് തന്നെയാണ് പ്രധാനമായും CPI ഉന്നയിക്കുന്ന ചോദ്യം. അടുത്ത ദിവസം ഇടതുമുന്നണി യോഗം ചേരുകയാണ്. ഉറപ്പായും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും. CPM-നുള്ളിലുള്ള നിലപാടുകൾ അതും വ്യത്യസ്തമാണ്. സ്പീക്കറുടെ നിലപാട് എന്നാൽ കുറച്ച് വിഭിന്നമാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സംരക്ഷണ കവചം ഒരുക്കുന്ന ആളുകളുടെ നിലപാടിനോട് ചേർന്ന ഒരു കാര്യമാണ് ഷംസീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയതിൽ അസ്വാഭാവികതയില്ല. ഉയർന്ന ഉദ്യോഗസ്ഥന് RSS പോലുള്ളൊരു പ്രധാനപ്പെട്ട സംഘടനയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ ഒരു പിശകുമില്ല എന്ന ഒരു കാര്യമാണ് ഷംസീർ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ തന്നെ പാർട്ടിക്ക് ദഹിക്കുന്ന കാര്യമാണോ, സാധാരണ ജനങ്ങൾക്ക് ബോധ്യമാവുന്ന കാര്യങ്ങളാണോ, ഇടതുമുന്നണിയിലെ തന്നെ കക്ഷികൾക്ക് ബോധ്യമാവുന്ന കാര്യമാണോ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ദത്താത്രേയെ കാണുന്നത് 2023 മെയ് 22-നാണ്. 10 ദിവസം കഴിയുമ്പോൾ, ദിവസങ്ങൾക്കുള്ളിലാണ് കോവളത്ത് റാം മാധവിനെ കാണുകയാണ്. 2 RSS നേതാക്കളെ കാണുന്നു. റാം മാധവിന്റെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരികയാണ്. ADGPക്കൊപ്പം മറ്റ് 3 പ്രമുഖർ കൂടി ഉണ്ടായിരുന്നു എന്നതാണ്. ബിസിനസ് രംഗത്തൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. ബിസിനസ് സുഹൃത്തുക്കളുമായാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന വിവരം വന്നു. അതുപോലും ഇപ്പോൾ പ്രതിപക്ഷം കൂടുതൽ ശക്തിയായി ഉന്നയിക്കുകയാണ്. ആരാണ് എന്നത് സർക്കാർ വെളിപ്പെടുത്തട്ടെ, അല്ലെങ്കിൽ അക്കാര്യങ്ങൾ വെളിപ്പെടുത്തും എന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ കോവളത്തെ കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇന്റലിജൻസ് കൂടുതൽ വിവരങ്ങൾ തേടുന്നുണ്ട്. സുഷ്ടിപ്രാജ് കൂടുതൽ വിവരങ്ങൾ തേടുന്നുണ്ട്. ആരൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഉണ്ടായിരുന്നത്? ആ പേരുകൾ പുറത്തു വന്നാൽ കേരളം ഞെട്ടും എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഈ തരത്തിൽ ഒരു വശത്ത് കാര്യങ്ങൾ പോകുമ്പോൾ RSS കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും അന്വേഷണം, അങ്ങനെ ഒരു അന്വേഷണമില്ല എന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ PV അൻവർ എഴുതി നൽകിയ കാര്യങ്ങളുണ്ട്. അതിന്മേൽ DGPയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ അന്വേഷണ സംഘം അവരുടെ നടപടികൾ തുടരുന്നുണ്ട്. അത് ഈ സ്വർണ്ണക്കടത്തും ആ തരത്തിൽ കൊലപാതകം നടത്തി ഫോൺ ചോർത്തി തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ചിരുന്നു. അത് സംബന്ധിച്ച് അന്വേഷണമാണ് നടക്കുന്നത്. അതേസമയം പിന്നീട് ഉയർന്നു വന്ന വിവാദങ്ങളുണ്ട്. അതിൽ പറയുന്നതാണ് ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, കുശവലയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും റാം മാധവുമായി കൂടിക്കാഴ്ച, അതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? ആ കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നത് ആരാണ്? ഇത്തരം വിവാദങ്ങൾ അതിശക്തമായി രാഷ്ട്രീയ വിവാദമായി ഉയർന്നു വരുമ്പോൾ അതിൽ സർക്കാർ നിശബ്ദത പാലിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേക്കുറിച്ച് വിപുലമായ ഒരു അന്വേഷണം നടത്താൻ ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. പ്രാഥമികമായ ചില കാര്യങ്ങൾ അത് ADGPയോടും DGPയോടും ഇന്റലിജൻസ് ADGPയോടുമൊക്കെയും മുഖ്യമന്ത്രി സംസാരിച്ചു എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന്മേൽ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. അവിടെ വിനോദ്, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനം വരും ദിവസങ്ങളിൽ ADGP അവധിയിൽ പ്രവേശിക്കുകയാണ്. അത് ഓണസമയമാണ് എന്ന് നമുക്കറിയാം. 14-ാം തീയതി മുതൽ, ഓണത്തിന്റെ തലേന്ന് മുതൽ ആണ്. അതൊരു പക്ഷേ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ആയിരിക്കാം. അതിനു മുമ്പ് ഈ വിഷയങ്ങളിൽ ഒരു തീരുമാനമോ നടപടികളോ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. നടപടി ഒരു പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ DGP തന്നെയാണ് നേരിട്ട് അന്വേഷണം നടത്തുന്നത്, ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ നടപടിയെക്കുറിച്ച് നമുക്ക് ആ ഘട്ടത്തിലെ വിലയിരുത്താൻ പറ്റൂ. പക്ഷേ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദം, പാർട്ടിക്കകത്ത് തന്നെയുള്ള ഭിന്നത, എന്തിനായിരുന്നു കൂടിക്കാഴ്ച എന്ന ഘടകകക്ഷികളുടെ ചോദ്യം, അതിനൊക്കെ നൽകേണ്ട ഉത്തരവ് ഇതിനു മുമ്പുണ്ടാകും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ന് പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, വ്യക്തത വരണം. ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ADGPയെ ഈ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുതെന്ന് PV അൻവർ കഴിഞ്ഞ ദിവസവും ആവശ്യപ്പെടുന്നു. അതായത് തീർത്തും കുഴപ്പക്കാരനായ, നിരവധി ദുരൂഹതകൾ അവശേഷിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ഒരാളെ അവിടെ ആ സ്ഥാനത്ത് എടുക്കരുത് എന്ന ഒരു കാര്യം ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നല്ല, മറിച്ച് ഭരണപക്ഷത്തെ ശക്തനായ ഒരു MLA ആണ്. നമുക്കറിയാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇടത് സൈബർ അനുകൂലികൾ എത്രമാത്രമാണ് PV അൻവറിന് നൽകുന്ന പിന്തുണ എന്നത് നമ്മൾ പല തവണ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങൾ, പല വിഷയങ്ങളുണ്ട്. അതിലെല്ലാം തന്നെ CPM അണികൾ പോലും വലിയ തോതിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന, CPM പ്രവർത്തകർ പിന്തുണ നൽകുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് സർക്കാരിന് ഇത്രയും വലിയ പ്രതിസന്ധി വരുന്നത്. ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു ആരോപണമല്ല, മാധ്യമങ്ങൾ കൊണ്ടുവന്ന ഒരു വാർത്തയല്ല, മറിച്ച് ഭരണപക്ഷത്തെ ശക്തനായ ഒരു MLA കൊണ്ടുവരുന്നു. അതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വ്യത്യസ്തമായ നിലപാടുകൾ വരുന്നു. പാർട്ടി സെക്രട്ടറി ഈ ADGP സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. ഇതുവരെയുള്ള സാഹചര്യ തെളിവുകളും മറ്റും വെച്ച് തൃപ്തികരമായ ഒരു കാര്യങ്ങളല്ല
ADGPയുടെ വിശദീകരണത്തിന്റെ ഭാഗമായി വരുന്നത് സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന് പറയുമ്പോൾ ലോ ആൻഡ് ഓർഡർ ADGPയെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിന് രണ്ട് RSSലെ പ്രമുഖ നേതാക്കളെ രണ്ടിടങ്ങളിലായി കണ്ടു എന്നതാണ്. ഇനി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം, അത് അദ്ദേഹത്തിന്റെ സർവീസുമായി ബന്ധപ്പെട്ടായിരിക്കാം. ഒരുപക്ഷെ രാഷ്ട്രപതി മെഡലോ അല്ലെങ്കിൽ ഭാവിയിൽ സംസ്ഥാന പോലീസ് മേധാവിയാകാൻ വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ കൂടി സഹായം തേടാനുള്ള ചില നീക്കങ്ങളോ അങ്ങനെയാണെങ്കിൽ പോലും അത് കുറ്റകരമാണ്, സർവീസ് ചട്ടത്തിന്റെ ലംഘനമാണ്, അധികാര ദുർവിനിയോഗമാണ്. അങ്ങനെ ഒരു ADGP പ്രവർത്തിക്കാൻ പാടില്ല. അതല്ലാതെ പിന്നെ എന്ത് സ്വകാര്യ സന്ദർശനമായിരുന്നു, അതിൽ എന്ത് കാര്യമാണ് സംസാരിച്ചത്, തൃശ്ശൂരിൽ 1 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ എന്ത് കാര്യമാണ് സംസാരിച്ചത് തുടങ്ങി ഇതെല്ലാം തന്നെ ADGP വിശദീകരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് വിശദീകരിക്കേണ്ടതുണ്ട്. അതല്ലാതെ നിശബ്ദമായി എത്ര നാൾ ഇങ്ങനെ പ്രതിഷേധങ്ങൾ, അത് സ്വന്തം പാളയത്തിൽ പട എന്ന തന്നെ നിലയ്ക്ക് കാര്യങ്ങൾ വരുമ്പോൾ എത്ര കാലം ഇങ്ങനെ ADGPയെ സംരക്ഷിച്ചുകൊണ്ട് പോകാൻ കഴിയും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. എച്ച് വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് മേധാവിയാണ്, അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു മാറ്റത്തിന്റെ സാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയാകട്ടെ ADGPയെ കൈയൊഴിഞ്ഞുള്ള ഒരു നിലപാടിലേക്ക്, നടപടിയിലേക്ക് പോകുന്നില്ല. അവിടെയാണ് ബാക്കി ചോദ്യങ്ങൾ കൂടി ഉയരുന്നത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇത്ര താല്പര്യമെടുത്ത് ADGPയെ സംരക്ഷിക്കുന്നു? DGPക്ക് പോലും ADGPയുടെ പല പ്രവൃത്തികളിലും അസംതൃപ്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അമർഷമുണ്ട്. ഇപ്പോഴും ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് അജിത്കുമാറിനെ നിലനിർത്തുന്നതിൽ DGPക്ക് പോലും അതൃപ്തിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ ഈ സൂപ്പർ DGP കളിക്കുന്നു എന്ന ആരോപണം നേരിട്ടതാണ്. പോലീസ് ആസ്ഥാനം അറിയാതെ, DGP അറിയാതെ ADGPയുടെ ഓഫീസ് പോലീസിന്റെ പല നയപരമായ കാര്യങ്ങളിലും ഉത്തരവുകളോ സർക്കുലറുകളോ ഇറക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അമർഷമുണ്ടായിരുന്നു. DGPയെ മറികടന്നുള്ള നടപടികൾ എന്ന നിലയ്ക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും അതിൽ ദേവസ്വം ബോർഡിന്റെ അധികാരവും ADGP കവർന്നതായ ചില ആക്ഷേപങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ CM എന്താണ് നടപടി ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതാണ്. എന്തായാലും ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങളടക്കം AKG സെന്ററിൽ നിന്നുമൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അതിലേക്കാണ് VV വിനോദ് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.